ഫീബ റിയൽ ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ പ്രത്യേക പരിപാടിയിൽ നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് വളരെ സുപരിചിതനായിരിക്കുന്ന ഡോക്ടർ ഡി ജോഷുവ സാറാണ്. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡി ജോഷുവ സാറിനെ പറ്റി നാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ICPF എന്ന പ്രസ്ഥാനത്തെ പറ്റിയും ICPFൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയാണ്. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന ഡോക്ടർ ഡി ജോഷുവ ICPFൻ്റെ ആദ്യത്തെ സ്റ്റാഫ് വർക്കറാണ്. അതോടൊപ്പം ഏറ്റവും നീണ്ട കാലം ICPFിൽ പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ്. തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു ലെക്ചററായി കൊല്ലം ഫാത്തിമ കോളേജിൽ ജോലി ചെയ്യുകയും അതിനുശേഷം തനിക്ക് കിട്ടിയ ദൈവവിളിയോടനുസരിച്ച് ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നശിച്ചു പോകുന്ന തലമുറ അല്ലെങ്കിൽ തലമുറയെക്കുറിച്ചുള്ള ഭാരം അതുമൂലം പല സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യുവാനും പലരെ സ്നേഹത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും കൊണ്ടുവരുവാനും സാറിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലും സാറിൻ്റെ മെസ്സേജുകൾ പലപ്പോഴും ജീവിത ലക്ഷ്യത്തിലേക്കും ഉദ്ദേശത്തിലേക്കുമൊക്കെ വിരൽ ചൂണ്ടുന്നതായിരുന്നു. ഡി ജോഷുവ സാറിനെ ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർക്കുന്നു. സാർ, ICPF എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തെ പറ്റി കേൾക്കുമ്പോൾ സാറിൻ്റെ പേര് അതിനോട് ചേർത്ത് വായിക്കുകയാണ്. ICPF ഇന്ത്യയിൽ കേരളത്തിലാണ് തുടങ്ങുന്നത് അല്ലേ? അതിൻ്റെ ഒരു വലിയ പ്രസ്ഥാനം, അതിനെപ്പറ്റി ഒന്ന് സാറിൻ്റെ ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ നേപ്പാൾ, മധ്യപ്രദേശ്, ആസാം, കാശ്മീർ ഈ സ്റ്റേറ്റുകളിൽ അധ്യാപക ജോലിയോടൊപ്പം കർത്താവിൻ്റെ വേല ചെയ്ത് ഇരിക്കുമ്പോൾ ഒരു വിളി, ഒരു സെക്കൻഡ് കോൾ ദൈവത്തിന് എനിക്ക് ഉണ്ടായി. ഫുൾ ടൈം കർത്താവിൻ്റെ വേലയ്ക്കായി ഇറങ്ങണമെന്ന്. അപ്പോൾ ആ സമയത്ത് കൊല്ലത്ത് ഡോക്ടർ മുരളീധർ ഞങ്ങളുടെ ചർച്ചിൽ മെമ്പറായിരുന്നു. കൊല്ലം AG. അദ്ദേഹം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സായിരുന്നു. അദ്ദേഹം എനിക്ക് ഒരു കത്തെഴുതി ICPF എന്നൊരു പ്രസ്ഥാനം, ഫുൾ ഗോസ്പൽ പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നു. ജോഷുവ വടക്കേ ഇന്ത്യയിൽ നല്ലൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പ്ലക്ക് ചെയ്യാൻ മടിയുണ്ടെങ്കിലും ഞങ്ങൾക്കൊരു സ്റ്റാഫ് വർക്കറിന് ആവശ്യമുണ്ട്, പ്രാർത്ഥിച്ചിട്ട് ഒരു തീരുമാനം അറിയിക്കാൻ. ഞങ്ങൾ കുടുംബമായിട്ട് 2-3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എടുത്ത തീരുമാനമാണ് ICPFിൽ ജോയിൻ ചെയ്യാൻ. അങ്ങനെ 1982 സെപ്റ്റംബർ 10 ICPFിൻ്റെ സ്റ്റാഫ് വർക്കറായിട്ട് ക്ഷേൽക്കുന്ന് ക്യാമ്പിൽ വെച്ച് ഞാൻ ആ സ്ഥാനം ഏറ്റെടുത്തു. അതാണ് എൻ്റെ തുടക്കം. അപ്പം ശരിക്കും ICPF തുടങ്ങുന്നത് കേരളത്തിലാണെങ്കിൽ ഡോക്ടർ മുരളീധരൻ ആണ് സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അതിൻ്റെ തുടക്കം ആരായിരുന്നു ശരിക്കും ICPF തുടങ്ങുന്നത്? ICPF തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പലയിടത്തും വീണിട്ടുണ്ട്. എന്നാൽ അതിനെ കാര്യമായി ഉറപ്പിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുവന്നത് തിരുവല്ല മർത്തോമാ കോളേജിലെ കെമിസ്ട്രി പ്രൊഫസറായിരുന്ന പ്രൊഫസർ മാത്യു പി. തോമസ് സാർ ആണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അനേകം വർഷങ്ങൾ പ്രയർ ഗ്രൂപ്പ് നടത്തി. ആ ഗ്രൂപ്പാണ് ഇതിൻ്റെ ഒരു ബേസ്, ICPFിൻ്റെ ബേസ് ഗ്രൂപ്പായിരുന്നു. അതിനുശേഷം സ്റ്റാഫ് വർക്കറൊന്നും ഇല്ലാതെ കോട്ടയം CMS കോളേജ്, അതിന് ചില ചരിത്രമുണ്ട്, അത് പറയുന്നില്ല. സെൻറ്റ് തോമസ് കോഴഞ്ചേരി കോളേജ്, തിരുവല്ല മർത്തോമാ കോളേജ്, ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജ്, ഈ 4 കോളേജുകളിൽ മറ്റു ചില കോളേജുകളിലും പ്രയർ ഗ്രൂപ്പുകൾ പെട്ടെന്ന് ആരംഭിക്കുകയുണ്ടായി. ഒരു 2 വർഷത്തിനുള്ളിൽ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു 40 പ്രയർ ഗ്രൂപ്പുകൾ ഈ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ഒതുങ്ങിയിരിക്കുന്നൊരു വർക്കായിട്ടാണ് തുടങ്ങിയതെങ്കിലും ദൈവം സഹായിച്ച് ഈ ഇന്ത്യയെ മൊത്തമായിട്ട് കാണുന്ന പലരും ഈ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിലുള്ളതുകൊണ്ട് അവരുടെ പ്രോത്സാഹനത്തിൽ സൗത്ത് ഇന്ത്യയിലോട്ട് നോർത്ത് ഇന്ത്യയിൽ വ്യാപിപ്പാൻ ഇടയായി.
ഞാൻ 82 ജോയിൻ ചെയ്ത് കഴിഞ്ഞ് എൻ്റെയും കൂടുള്ള നല്ല വേലക്കാരുടെയും പ്രത്യേകിച്ച് ICPFൻ്റെ CGPF എന്ന് പറയും, ഗ്രാജുവേറ്റ്സ് ഫെലോഷിപ്പിൻ്റെയും സഹായത്തോടെ ഒരു 100 പ്രയർ ഗ്രൂപ്പ് 2 വർഷം കൊണ്ട് കേരളത്തിൽ വ്യാപിച്ചു. അങ്ങനെ 140 പ്രയർ ഗ്രൂപ്പ് ഞാൻ ഓർക്കുന്നു. 1982 84 വർഷം 84 ഒരു 140 പ്രയർ ഗ്രൂപ്പുകളായി. അത് കഴിഞ്ഞ് ആദ്യത്തെ ഫസ്റ്റ് ലേഡി സ്റ്റാഫ് വർക്കർ ഷേളി ഇപ്പം ജോയിൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റാഫ് വർക്കർ മെയിൽ സ്റ്റാഫ് വർക്കർ KG ജോൺ സാർ, അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനായിരുന്നു. അത് രാജിവെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയ ആളാണ്. തുടർന്ന് പടിപടിയായി അത് 10 20 30 40 100ഓളം സ്റ്റാഫ് വർക്കേഴ്സ് ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം ഒരു 80-നും 100-നും ഇടയ്ക്കുള്ള സ്റ്റാഫ് വർക്കേഴ്സും ഏഞ്ചലോസ് പ്രവർത്തകരും ICPFനുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും വളരെ വിഷനോടുകൂടി തുടങ്ങിയ ഈ ഒരു പ്രസ്ഥാനം, പ്രാർത്ഥനയാണ് അതിൻ്റെ അടിസ്ഥാനം എന്നത് വളരെ സന്തോഷത്തോടും ആണത് ഓർക്കുന്നതും. അതിൻ്റെ അടിസ്ഥാനം അതായിരുന്നുവല്ലോ. സാറ് ഇതിൻ്റെ പ്രവർത്തകനായി. പക്ഷേ ചെറുപ്പകാലത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ദൈവവിളിയോട് പ്രതികരിക്കാൻ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ദർശനമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ സാറിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്? എൻ്റെ തുടക്കം മുതൽ പറയുകയാണെങ്കിൽ, ഞാൻ 11ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ ശങ്കരക്കുറുപ്പ് എന്ന് പറയുന്ന സാറാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ച്, അദ്ദേഹം ഫാദർ ഡാമിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അത് ആദ്യത്തെ വിത്തായിട്ട് ഞാൻ കാണുന്നു. ഫാദർ ഡാമിൻ്റെ ജീവിതം അന്ന് രക്ഷിക്കപ്പെട്ട ആളല്ലെങ്കിലും അതെന്നെ സ്പർശിച്ചു. അങ്ങനെ ആദ്യത്തെ മിഷണറി ചലഞ്ച് ഒരു ഹിന്ദു നിന്നാണ് ഞാൻ കേൾക്കുന്നത്. അതേ വിശ്വാസിയല്ല എങ്കിലും അദ്ദേഹം അതുപോലെ പഠിപ്പിച്ചു, അതെന്നെ സ്വാധീനിച്ചു. കുഷ്ഠരോഗിയായി പിന്നീട് മരിക്കേണ്ടി വന്ന ഫാദർ ഡാമിനെ, അവിടെ ആരും പോകാനില്ലായിരുന്നു. ഒരു ബെൽജിയം മിഷണറി ആയിരുന്നു അദ്ദേഹം, ഒരു പുരോഹിതനായിരുന്നു. കത്തോലിക്കൽ തന്നെ അവിടെ ഹവായ് ദ്വീപിൽ പോകാൻ മടിച്ചു. അപ്പോൾ ഈ ഡാമിൻ പറഞ്ഞു, ഐ വിൽ ഗോ, ഞാൻ പോകാം. അതേവിടെ പോയി കുഷ്ഠരോഗികളുടെ പ്രവർത്തിച്ചു. അദ്ദേഹം കുഷ്ഠരോഗിയായിട്ട് തന്നെ മരിച്ചു. അതെന്നെ എൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനിച്ചു. അത് കഴിഞ്ഞാൽ എന്നെ സ്വാധീനിച്ച്, ഞാൻ പെന്തിക്കോസ്റ്റിൽ വരുന്നതിന് മുമ്പ് CSI ചർച്ച് കൊല്ലം ആയിരുന്നു. അവിടെ അറ്റൻഡ് ചെയ്ത് ആ ചർച്ചിലെ മിഷൻ ചലഞ്ചൊന്നും പള്ളിയിൽ ഞാൻ വലുതായിട്ട് കേട്ടായിട്ട് ഓർക്കുന്നില്ല. എന്നാൽ ആ ചർച്ചിൻ്റെ ബാക്കിലൊരു പെട്ടി ഇരിപ്പുണ്ട്, നല്ല മനോഹരമായൊരു ഈട്ടിത്തടിയിലുള്ള നല്ലൊരു മനോഹരമായൊരു പെട്ടി. ആ പെട്ടിയിൽ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് വെള്ള പെയിൻറ്റിൽ, ഗോ ഇൻ ടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ, ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക. മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ എഴുതുന്നത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതെന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ച്, കൗമാരപ്രായമാണല്ലോ, 14-15 വയസ്സുള്ളപ്പോൾ അതെന്നെ ചിന്തിപ്പിച്ചു. ഓഫറിംഗ് ബോക്സ് ആയിരുന്നു അതോ ഓഫറിംഗ് ബോക്സ് ആണോ അതോ വെറും ഒരു ബോക്സ്? അവർ ബാക്കി വെച്ചേക്കുക, ഇഷ്ടമുള്ളത് ഇട്ടാൽ മതി. ഓഫറിംഗ് ബോക്സ്. അത് ഞാൻ അതിനകത്തൊന്നും ഇട്ടില്ല, കാരണം എനിക്കൊന്ന് മിഷൻ മൈൻഡ് ഇല്ലായിരുന്നു. പക്ഷേ ഈ വാചകം എന്നെ വളരെ സ്വാധീനിച്ചു. ലോകം മുഴുവനും പോകുക എന്നുള്ള ആ ഒരു ചിന്ത ബൈബിളിൽ നിന്ന് ആ സമയത്ത് ആരും എന്നോട് പ്രസംഗിച്ചില്ല. പിന്നീട് പലരും പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ബോക്സിലൂടെ ബോക്സിലൂടെ എന്നോട് സംസാരിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അതൊരു മിഷൻ ചലഞ്ചാണ്. പിന്നെ കൊല്ലത്തിലെ സുവിശേഷത്തിൻ്റെ ഒരു വലിയ വക്താവായിരുന്നു, ഓപ്പൺ എയർ പ്രീച്ചറിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന ബ്രദർ നൈനാപിള്ള. ബ്രദറിലെ ഒരു ഉപദേശിയാണ്, ഭയങ്കര ആത്മഭാരമുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. മത്തായി 28 എൻ്റെ 18, 19, 20 ആ വാക്യം എടുത്തുകൊണ്ട് എൻ്റെ കൊച്ചു വീട്ടിൽ പ്രസംഗിച്ച് ഞാൻ ഓർക്കുന്നു. ഞാൻ MA ഒക്കെ പാസ്സായ സമയത്ത് അതെന്നെ വളരെ സ്വാധീനിച്ചു. ഒരുപക്ഷെ നേപ്പാളിലൊക്കെ പോകാൻ ആ ഒരു പ്രസംഗം എന്നെ വളരെ സ്വാധീനിച്ചു. ഓക്കെ, ആ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ജോലിയുള്ള ഒരു സമയം, ജോലിയിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക്, ഭാഷ വശമില്ലാത്ത, ആളുകളെ പരിചയമില്ലാത്ത,
ആരും പരിചയപ്പെടാനില്ലാത്ത ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ ഹൃദയത്തിൽ സുവിശേഷം മാത്രം ആ ഒരു ധൈര്യം ഹൃദയത്തിൽ നിറഞ്ഞു പോകുമ്പോൾ അത് എത്രത്തോളം മനസ്സിനെ കൂടുതൽ സന്തോഷം ഉള്ളതാക്കി തീർത്തു, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ഓർക്കുമ്പോൾ എന്താണ് പറയുന്നത്? അതിനെക്കുറിച്ച് പറയാനുള്ള എല്ലാ മൂവ്മെൻറ്റും, മിഷൻ മൂവ്മെൻറ്റും പ്രാർത്ഥനയിലാണല്ലോ ജന്മം കൊണ്ടുള്ളത്. ഞാൻ ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ഭാരതത്തെക്കുറിച്ചൊരു ദർശനം എനിക്ക് ദൈവം തന്നു. ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെ നോക്കി അന്ന് 14 സ്റ്റേറ്റുകളേ ഉള്ളായിരുന്നു. ഇപ്പോൾ 28, 29 ഉണ്ടല്ലോ. ഈ 14 സ്റ്റേറ്റുകൾക്ക് വേണ്ടി ഞാൻ കൈവച്ചിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനകൾ ബോംബെക്കായാലും മറ്റേ UP, മധ്യപ്രദേശ്, ബീഹാറിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു രീതി പറഞ്ഞാൽ കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കം, യജമാനെ വേലക്കാരെ അയക്കുന്നുള്ള ആ പ്രാർത്ഥന ഞാനും ഏറ്റുപാടി, പറഞ്ഞു. അപ്പോഴൊരു ദൈവം എന്നോട് പറഞ്ഞായിട്ട് എനിക്ക് തോന്നി, നീ തന്നെ പൊയ്ക്കോളാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിവരിക്കുന്നില്ല, നേപ്പാളിൽ നിന്ന് എനിക്കൊരു ഇൻവിറ്റേഷൻ വരുന്നുണ്ട്. ടീച്ചേഴ്സ് ആർ വാണ്ടഡ് ഇൻ ഗോർഖ ഡിസ്ട്രിക്റ്റ് ഇൻ നേപ്പാൾ. അങ്ങനെ ഞാൻ നേപ്പാളിൽ ഒന്നും പ്രാർത്ഥിച്ചു. ഓഫ് കോഴ്സ് മറ്റ് ചിലരുമായിട്ട് പ്രാർത്ഥിച്ച് ഒരു ഗൈഡൻസ് ലഭിച്ചിട്ടാണ് ഞാൻ നേപ്പാളിൽ പോകാനായിട്ട് ഓഗസ്റ്റ് 12-ാം തീയതി ഞാൻ ട്രെയിൻ കയറി. അന്ന് ഭൂമിശാസ്ത്രം ഒന്നും ചെയ്യണോ അറിയത്തില്ല. ട്രെയിനൊന്നും ഇത്ര സുലഭമല്ല. മദ്രാസിൽ ആദ്യം പോകണം, പിന്നെ അവിടെ നിന്ന് കൽക്കട്ടയിൽ പോകണം. കൽക്കട്ടയിൽ നിന്ന് പിന്നെ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ടിക്കറ്റും അന്ന് ഈ ഓൺലൈനൊന്നും ഉള്ള കാലമല്ല. ടിക്കറ്റ് ഇവാഞ്ചലിക്കൽ ചർച്ചിലെ ഒരു അച്ഛൻ, ഇപ്പോൾ അദ്ദേഹം ബിഷപ്പാണ്, ഇപ്പോഴും ഉണ്ടെന്ന്, എൻ്റെ അലക്സാണ്ടർ ബിഷപ്പാന്ന് തോന്നുന്നു. ആ ബിഷപ്പ് അന്ന് എൻ്റെ ടിക്കറ്റ് പാർക്ക് സർക്കസ് റോഡിലുള്ള ഒരു വീട്ടിൽ താമസിക്കുക അദ്ദേഹം. എവിടെ പാർക്ക് സർക്കസ് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വിശ്വാസം അന്ന് നല്ല സ്ട്രോങ് ആയിരുന്നു. ഞാൻ കൽക്കട്ട സ്റ്റേഷനിൽ ഇറങ്ങി പാർക്ക് സർക്കസിലെ ഒരു ബസ്സിൽ കയറി. ബസ്സിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ഈ പാർക്ക് സർക്കസ് കറക്റ്റ് അടുത്ത് ഇറങ്ങണമേ, ഈ അച്ഛനെ എവിടെ പോയി കണ്ടുപിടിക്കണമെന്ന് അറിയുന്നില്ല. അപ്പോഴെൻ്റെ അടുത്തിരുന്ന ഒരു നല്ല മനുഷ്യനോട് വിവരം അന്വേഷിച്ച് എന്തൊക്കെ എനി ഹെൽപ്പ് യു നീഡ്. നമ്മൾ യെസ് ഐ നീഡ്, ഐ ടു നോ വേർ ഈസ് പാർക്ക് സർക്കസ് ആൻഡ് അലക്സാണ്ടർ അച്ഛൻ. അദ്ദേഹം ഭക്തസിംഗ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു നല്ല വിശ്വാസിയായിരുന്നു. അദ്ദേഹം ഡോണ്ട് വറി, ഐ വിൽ ടേക്ക് യു ടു ദാറ്റ് പേഴ്സൺ. എന്തോ അതേ എന്നെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അച്ഛൻ്റെ കയ്യിൽ എൻ്റെ സമസ്തിപൂറിലേക്കുള്ള ടിക്കറ്റും നേപ്പാൾ ബോർഡറിലേക്കുള്ള ടിക്കറ്റ് എല്ലാം അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അദ്ദേഹത്തിന് എന്നെ ഒരു ലോഹ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ലോഹ തന്നു വിട്ടായിരുന്നു. അത് അദ്ദേഹത്തിന് കൊടുത്തു. ടിക്കറ്റ് വാങ്ങിച്ച് ഞാൻ നേപ്പാളിൻ്റെ ബോർഡറിലോട്ട് പോയി. നേപ്പാളിൻ്റെ ബോർഡറിൽ നിന്നൊരു സൈക്കിൾ റിക്ഷയിലാണ് നേപ്പാളിൽ ബീർഗഞ്ച് എന്ന ആദ്യത്തെ പട്ടണത്തിൽ ചെല്ലുന്നു. പിന്നെ നീണ്ട കഥയാണ്, ഞാൻ അവിടെ നിർത്തിയാണ്. ഓക്കെ. അപ്പം ഇന്നത്തെ പോലെ ഗൂഗിൾ മാപ്പ് ഇല്ലെങ്കിലും വേൾഡ് മാപ്പിൻ്റെ ഉടയവൻ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് തക്ക സമയത്ത് സഹായം കിട്ടി. അങ്ങനെ നേപ്പാളിലെത്തുന്നു. വീട്ടിൽ അങ്ങനെ തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നോ? വീട്ടിൽ എൻ്റെ ഫാദർ കണ്ണുനീരോടെ വേദനയോടെയാണ് എന്നെ അയച്ചത്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 ആണുങ്ങളെ എനിക്ക് മാത്രമേ ഉള്ളായിരുന്നു. നല്ല എഡ്യൂക്കേഷൻ, MA പാസ്സായി, അതും പ്രൊഫഷണൽഷിപ്പ് പ്രൈസോടുകൂടി ബെസ്റ്റ് സ്റ്റുഡൻ്റായിട്ടാണ് ഞാൻ പാസ്സായത്. അത് കഴിഞ്ഞ് IAS റിട്ടേൺ പരീക്ഷ പാസ്സായി. എല്ലാ രീതിയിലും അവർക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ അമ്മ സപ്പോർട്ടായിരുന്നു. സഹോദരങ്ങൾ വലുതായിട്ട് എതിർത്തില്ല, എങ്കിലും അവരും ഹാപ്പി അല്ലായിരുന്നു. അപ്പനും ദുഃഖമായിരുന്നു. പക്ഷേ എനിക്ക് തെറ്റ് പറ്റത്തില്ലെന്ന് അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ടാണോ എന്തോ തടസ്സം ഒന്നും അവർ കാര്യമായിട്ട് സൃഷ്ടിച്ചില്ല. എനിക്ക് സ്വാതന്ത്ര്യം തന്നു തന്നെ പറയാം. ദുഃഖത്തോടെയാണ് എന്നെ ഈ യാത്ര അയച്ചത്, അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന കാര്യം, എല്ലാ കാര്യത്തിലും ഞാൻ മാതാക്കളെ അനുസരിക്കുമായിരുന്നു. പക്ഷേ രക്ഷിക്കപ്പെട്ട കാര്യമായാലും സ്ഥാനപ്പെട്ട ആയാലും ശരി, വേറെ ഏത് പ്രൊഫഷണൽ മിഷണറിയായിട്ട് പോയപ്പോഴൊന്നും ഞാൻ മാനുഷിക ബുദ്ധിക്ക്, മാനുഷിക ആലോചനയ്ക്ക് കീഴ്പ്പെടാതെ ദൈവാലോചനയ്ക്ക് കീഴ്പ്പെട്ട് പോയി. അതിൻ്റെതായ ദുഃഖം അവർക്കുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചോളം ഭയങ്കര സന്തോഷത്തോടാണ് ഞാൻ നേപ്പാളിലേക്ക് വണ്ടി കയറിയത്. അപ്പോഴേ ഈ ലോകത്തിലെ ചെറുപ്പത്തിൽ വളരെ കൊച്ചിൽ രക്ഷപ്പെടുന്നതിന് മുമ്പേ എനിക്ക് ഈ വലിയ പണക്കാരനാകാനും
വലിയ സ്ഥാനമാനമൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. ഒരു 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 നല്ല നല്ല മനുഷ്യനായി, അന്ന് അത്രേ എനിക്ക് ചിന്തിക്കാൻ കഴിയും, നല്ല മനുഷ്യനായി ഒരു സ്റ്റാൻഡേർഡുള്ള ജീവിതം നയിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഞാൻ നേപ്പാളിലേക്കുള്ള ആ വിളിയെ കർത്താവിൻ്റെ വിളിയായിട്ട് കണ്ടുകൊണ്ട് പോകാൻ ഇടയായത്. ഓക്കെ, നേപ്പാളിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവിത ചരിത്രമാണ് ഓർക്കുന്നത്. അതെ, 68 അന്നത്തെ ടെക്നോളജി, അവിടുത്തെ സാഹചര്യങ്ങൾ, ഭക്ഷണ രീതികൾ എല്ലാം വ്യത്യസ്തം. അതെങ്ങനെ അതായിട്ട് അഡാപ്റ്റ് ചെയ്തോ, അതോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ചലഞ്ചസോ വല്ലതും ഉണ്ടായോ? ഞാൻ ഒരു മലയാളി എന്ന നിലയിൽ മീൻ ഇല്ലാത്ത ഭയങ്കര ദുഃഖം പ്രത്യേകിച്ച് തോന്നിയിട്ടുണ്ട്. കൊല്ലത്ത് നിന്നും. പിന്നെ തേങ്ങയില്ലാത്തതിലും ദുഃഖം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കാൽവരി സ്നേഹവും ഡേവിഡ് ലിവിങ്സ്റ്റൺ തുടങ്ങിയ ബയോഗ്രഫീസ് ഞാൻ ഒത്തിരി വായിക്കുമായിരുന്നു. അവരുടെയൊക്കെ ത്യാഗം വെച്ച് നോക്കുമ്പം ഇതൊന്നുമില്ല, ക്രിസ്തു ദൈവവും ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് അത് സത്യമാണെങ്കിൽ അവന് വേണ്ടി എന്ത് ത്യാഗവും അതിയെപ്പറ്റല്ല എന്ന് ഉള്ള ചിന്തയുള്ളതുകൊണ്ട് ഞാൻ അവിടുത്തെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് തന്നെ എണ്ണി. ആഹാരമുണ്ട്, ചോറുണ്ട്, ചോറാണ് മെയിൻ. രാവിലെ ആയാലും 2 നേരം ചോറ്. ബ്രേക്ക്ഫാസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് അവിടെ അത്ര ഇല്ല. പിന്നെ ഉരുളക്കിഴങ്ങുണ്ട്, പരിപ്പുണ്ട്, വല്ലപ്പോഴും കോഴിമുട്ട കിട്ടും. വല്ലപ്പോഴും കാട്ടുകോഴിയോ അല്ലാത്ത കോഴിയോ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. പിന്നെ ദേശത്ത് ഉത്സവം വരുമ്പം മാത്രമേ ഈ പോത്തിനെ വെട്ടത്തുള്ളൂ. പശുവിനെ മനുഷ്യനെ കൊന്നാലും പശുവിനെ കൊന്നുകൊള്ളുന്ന, അപ്പോൾ അതുകൊണ്ട് പശുവിൻ്റെ പരിപാടിയില്ല, കാളയുമില്ല. പക്ഷേ ഞാനത് വലിയൊരു ത്യാഗമായിട്ട് കണ്ടില്ല. കാരണം ഡേവിഡ് ബ്രെയിനാർഡൊക്കെ എൻ്റെ വലിയ ഹീറോ ആയി കഴിഞ്ഞു. ഡേവിഡ് ബ്രെയിനാർഡ് വളരെ ത്യാഗമായിട്ടാണ് ജീവിച്ചത്. വെറും ബ്രെഡും ജാമും മാത്രം കൊണ്ട് ജീവിച്ചൊരു വ്യക്തി 28ാമത്തെ വയസ്സിൽ ക്ഷയരോഗിയായിട്ട് മരിച്ചു. അവരൊക്കെ ആയിരുന്നു എൻ്റെ ഹീറോസ്. ഫ്രാൻസിസ് സേവിയർ, ദോ ഹി വാസ് എ കാത്തലിക്, ഹി വാസ് ആൾസോ മൈ എക്സാംപിളറി മാൻ ആയിരുന്നു. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിൽ അദ്ദേഹം നമ്പർ 1 ആയിരുന്നു. അതൊക്കെ എന്നെ വളരെ സ്വാധീനിച്ചുകൊണ്ട് നേപ്പാൾ ജീവിതം. ഇപ്പോഴും ആളുകൾ എന്നെ കൂടുതൽ ഓർക്കുന്നത് ICPയിലെ എല്ലാ കാര്യവും അപ്രീഷിയേറ്റ് ചെയ്യുന്നെങ്കിലും നേപ്പാൾ ആ ചെറുപ്രായത്തിൽ നേപ്പാളിൽ പോയതാണ് പല ഹൃദയങ്ങളും തട്ടിയിരിക്കുന്ന കാര്യം. ഓക്കെ, തീർച്ചയായിട്ടും അതൊരു വലിയ തീരുമാനമായിരുന്നു. ഇന്ന് എല്ലാ സാഹചര്യങ്ങളുണ്ടെങ്കിലും ടെക്നോളജികൾ വർദ്ധിച്ചെങ്കിലും ആളുകൾക്ക് ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവർ മടിക്കുന്നു. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ അവർ വലുതായി കാണുന്നില്ല. തീർച്ചയായിട്ടും ഡോക്ടർ ജോഷുവ സാറ് ലൈഫിലുണ്ടായ ആ ഒരു തീരുമാനം അനേകരുടെ ജീവിതത്തിൽ അതൊരു പ്രയോജനമായി തീർന്നു എന്നത് വളരെ സന്തോഷത്തോടെയാണ് ഓർക്കുന്നത്. അപ്പോൾ തന്നെ ഡോക്ടർ ജോഷുവ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മിഷൻ ചലഞ്ചാണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ ആളുകളെ കൂടുതൽ അവരെ താൻ അറിഞ്ഞ സത്യവും സ്നേഹവും ഒക്കെ അവരും അറിയണം എന്നുള്ള ആ ഒരു പ്രത്യേക പ്രചോദനം ഉണ്ടായിരുന്നു. എന്താണ് ആ മിഷൻ ചലഞ്ച് കൊടുക്കാനും അല്ലെ അതിൻ്റെ പ്രചോദനങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്? ഞാൻ നേപ്പാളിൽ 5.5 വർഷവും ആസാമിൽ 1 വർഷവും മധ്യപ്രദേശിൽ 1 വർഷവും കാശ്മീരിൽ 6.5 വർഷവും ജീവിച്ചതിൽ ഞാൻ MA അല്ലെ IAS ഒക്കെ പഠിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അതൊരു ട്രെയിനിങ് പീരീഡായിട്ട് ഞാൻ കണക്കാക്കുന്നു. ICPFലെ ജീവിതത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്, ICPFലെ ആദ്യകാലം വളരെ ദുഷ്കരമായ കാലമായിരുന്നു. പൈസ ഒക്കെ വളരെ കുറവുള്ള കാലം, വളരെ പരിമിതിയുള്ള കാലമായിരുന്നു. അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ഈ 14 വർഷത്തെ വടക്കേന്ത്യൻ ജീവിതമാണ്. അതൊന്ന്. പിന്നെ അവിടെ നിന്ന് കിട്ടിയ ആത്മഭാരം, അവിടെ നേപ്പാളിൽ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ അനുവാദമില്ലെങ്കിലും കരയാനും പ്രാർത്ഥിപ്പാനും പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്യാൻ നല്ല അവസരമുണ്ടായിരുന്നു. ഞാനവിടെ ചെല്ലുമ്പോൾ 300 ക്രിസ്ത്യാനികളെ റെക്കോർഡിലുള്ളൂ ഹോൾ നേഷനിൽ. എന്നാൽ ഇപ്പോൾ അവിടെ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളുണ്ട്. ഞാൻ ആ കാരണമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഞാനൊരു കാരണമാണെന്ന് തീർത്തു പറയാം. ഞാനും എൻ്റെ ഭാര്യയും അതിൽ പങ്ക് വഹിച്ചു. പ്രത്യേകിച്ച് പ്രാർത്ഥന, പിന്നെ പേഴ്സണൽ ഇവാഞ്ചലിസം. ICPFൽ ഇന്നും മെഗാ പ്രോഗ്രാംസൊക്കെ വളരെ നടത്തുന്നെങ്കിലും ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് ICPFൻ്റെ ഭാവി
പേഴ്സണൽ ഇവാഞ്ചലിസവും പ്രാർത്ഥനയും കണ്ണുനീരുമാണ്. ഓക്കെ. കണ്ണുനീര് കുറയുകയാണെങ്കിൽ ICPF ക്ഷീണിച്ചു പോകും, പ്രാർത്ഥന കുറയുകയാണെങ്കിൽ ICPF ക്ഷീണിച്ചു പോകും. അതുപോലെ തന്നെ പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്യാൻ സ്റ്റാഫ് വർക്കേഴ്സ് മുന്നോട്ട് വരുന്നില്ലെങ്കിൽ ICPFൻ്റെ ഭാവി ഇരുളടഞ്ഞു പോകും. അതുകൊണ്ട് ഈ 3 കാര്യം, പ്രാർത്ഥന, കണ്ണുനീര്, അതോടൊപ്പം തന്നെ പേഴ്സണൽ ഇവാഞ്ചലിസം. ബാക്കി എന്നും വേണ്ടെന്നല്ല, ക്യാമ്പുകളുണ്ട്, റിട്രീറ്റുകളുണ്ട്, ക്യാമ്പുകളുണ്ട്, പ്രയർ ഗ്രൂപ്പ്സുകളുണ്ട്, നാഷണൽ ക്യാമ്പുണ്ട്, ഇൻ്റർനാഷണൽ ക്യാമ്പുണ്ട്. ഇതെല്ലാം ആവശ്യമുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ 3 കാര്യം ആണ് ICPFൻ്റെ വാസ്തവത്തിൽ പില്ലേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഇത് വളരെ പ്രചോദനം തരുന്ന ഒരു വാക്കുകളാണ്. തീർച്ചയായിട്ടും ഞങ്ങളെ കാണുന്നവർ, കേൾക്കുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഗുണങ്ങളെപ്പറ്റി അടുത്തൊരു തലമുറയിലേക്ക് നാം പാലിക്കപ്പെടേണ്ട കാര്യമാണ്. ഡോക്ടർ ഡി ജോഷുവ സാർ ജീവിതത്തിൽ ഒറ്റയ്ക്ക് നല്ലൊരു വിദ്യാഭ്യാസത്തിന് ശേഷം, നല്ലൊരു ജോലിക്ക് ശേഷം നാട്ടിൽ നിന്നും ദൈവവിളിയോടുള്ള പ്രതികരണത്തിൽ നേപ്പാളിലേക്ക് പോയി. അവിടെ പല രീതിയിലുള്ള ചലഞ്ചസ് ഉണ്ടായിരുന്നെങ്കിലും ഉള്ളിലുള്ള ദൈവവിളിയുടെ ഉറപ്പ് മുൻപോട്ട് നടത്തി കുടുംബമായി, കുഞ്ഞുങ്ങളായി. വിശ്വാസ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം, കുഞ്ഞുങ്ങളുടെയും നമ്മുടെ കുടുംബത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പം ഇന്നത്തെ ഒരു ചലഞ്ച് ആളുകളുടെ മനസ്സിൽ തോന്നാവുന്നൊരു ചോദ്യം, കുടുംബവും മിഷൻ ലൈഫും അത് എങ്ങനെയാണ് മാനേജ് ചെയ്തത്? അതെന്താണ് ഞങ്ങളുടെ പ്രേക്ഷകരോട് അതിനെപ്പറ്റി പറയാനുള്ളത്? പ്രധാനപ്പെട്ട ചോദ്യമാണത്. ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ചെറിയ വരുമാനമായിരുന്നെങ്കിലും ഒരു നല്ലൊരു പേഴ്സൻറ്റേജ് ഓഫ് മണി എൻ്റെ ഫാദറിന് അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പം പരാതിയൊന്നും വരാതെ. എങ്കിലും പരാതി പറയുമായിരുന്നു. അവർ സ്വന്തക്കാരും എൻ്റെ ഫാദറിനെ പ്രൊവോക്ക് ചെയ്യുമായിരുന്നു. അദ്ദേഹം നേപ്പാളിലൊക്കെ പോയതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെ ഇപ്പോഴും ഉയർച്ചയില്ലാതെ കഴിയുന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഞാൻ എന്നാ കഴിയാമെന്ന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പക്ഷേ ഐ എം ഹെൽപ്ലെസ്. എൻ്റെ മിഷൻ ദൗത്യത്തിന് എനിക്ക് മാറാനൊക്കത്തില്ല. അതുകൊണ്ട് തിരിച്ചു വരുന്ന പ്രശ്നമില്ല. ഐ കണ്ടിന്യൂഡ്. വിവാഹം ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. രാമൻ്റെ കൂടെ ഏത് സീതയെ വരുമെന്നൊരു വിഷയമുണ്ടായിരുന്നു. ഈ കാട്ടിലാരാ വരുന്നതെന്ന്. ഞാൻ IASൻ്റെ റിട്ടേൺ പരീക്ഷ പാസ്സായി മറ്റേതും കിട്ടുകയാണെങ്കിൽ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ചില സമ്പന്നരായിട്ടുള്ള വീടുകളിലെ പെൺകുട്ടികളൊക്കെ, വീട്ടുകാരൊക്കെ തയ്യാറായത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ മറ്റേ IAS പോയതോടുകൂടി അവരത് പിന്മാറി. അപ്പം ഈ ലോകത്തിന് കണക്കൂട്ടലല്ലോ, ദൈവത്തിന് കണക്കൂട്ടൽ. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഒരു രീതിയിൽ ദൈവത്തിൻ്റെ പ്ലാൻ തന്നെ നടന്നു. എൻ്റെ മദറില മരിച്ചുപോയി. അവർ ഭയങ്കര ദർശനമുള്ള സഹോദരിയായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ കൂടെ 55 വർഷമായി ജീവിക്കുന്ന എൻ്റെ പ്രിയ ഭാര്യ, എൻ്റെ അമ്മ ഒരു വലിയ ദർശനമുള്ള സ്ത്രീയായിരുന്നു. അപ്പോൾ ശാന്ത വൈഫിൻ്റെ പേര്. ശാന്തയെക്കുറിച്ച് ഉള്ള ചിന്ത, വിവാഹം കഴിക്കാനുള്ള സജഷൻ വന്നപ്പോൾ ഞാൻ ചുരുക്കി പറയാം. അമ്മ തീർത്തും ശാന്തയ്ക്ക് പറഞ്ഞു, ദിസ് ഈസ് യുവർ ദൈവത്തിൻ്റെ ഒരുക്കപ്പെട്ട പ്രസ്തുത വരനാണെന്ന് പറഞ്ഞു. ശാന്തയും വേദപുസ്തകത്തിൽ പരിധി അനുകൂലമായ വാക്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു. വളരെ സന്തോഷത്തോടെ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. ഇൻ്റർവ്യൂവിൽ ഞാൻ ചോദിച്ചായിരുന്നു, ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ആരും എൻ്റെ കൂടെ വരുന്നില്ല, അതുകൊണ്ട് എല്ലാം പറഞ്ഞില്ല. ഒന്ന് പറഞ്ഞു, കുറച്ച് നടക്കേണ്ടിയൊക്കെ വരും. നടക്കുമെന്ന് വെച്ചാൽ കുറച്ച് ഏതാനും മൈലായി ആയിരിക്കും എന്ന് വിചാരിച്ച് കാണും. പക്ഷേ ഇത് ഒരു ഫുൾ ഡേ നടക്കണമായിരുന്നു. ഞാൻ 3 ദിവസം 4 ദിവസമൊക്കെ നടക്കേണ്ടി വന്നിട്ടുണ്ട് ഒറ്റയ്ക്ക്, ചില ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്കൂളിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പോഴേക്കും ഡേവിഡ് ലിവിങ്സ്റ്റൺ 40,000 കിലോമീറ്ററൊക്കെ നടന്ന അതൊക്കെ ഓർത്തങ്ങ് നടക്കുമായിരുന്നു. അപ്പോൾ ശാന്തയോട് പറഞ്ഞായിരുന്നു, ഞാൻ എപ്പോഴാണ് ഈ ജോലിയും കൂടി രാജിവെച്ചിട്ട് ഫുൾ ടൈം മിനിസ്റ്റർ ആകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു.
പുള്ളി ഒന്നിനും മറുപടി പറഞ്ഞില്ല, എല്ലാം മൗനമായിട്ട് കേട്ടു. മൗനം സമ്മതം എന്ന രീതിയിൽ മനോഹരമായിട്ട് നടന്നു. വളരെ സന്തോഷം. വളരെ പ്രയാസങ്ങളുണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. വരുമാനം കുറവാണ്. ചിലപ്പം 10 രൂപയൊക്കെ കൊടുത്തിട്ട് ഞാൻ കോഴിക്കോടിലോട്ടും കണ്ണൂരിലൊക്കെ പോകും. പുള്ളി എങ്ങനെ ജീവിക്കുന്നത് എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു. പുള്ളി എന്നേക്കാൾ കഷ്ടപ്പെട്ടത് വാസ്തവത്തിൽ ഭാര്യയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം അതിന് പ്രതിഫലം സ്വർഗത്തിലും ഉണ്ട്, ഭൂമിയിലും കൊടുത്തു തുടങ്ങി. ICPF-ൽ വരുന്നതിന് മുമ്പും വന്നു കഴിഞ്ഞും നോൺ പ്രൊഫഷണൽ മിഷണറി ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും കരിയർ മിഷണറി വർക്ക് ചെയ്യുമ്പോഴും കഷ്ടങ്ങളുണ്ടായിരുന്നു. കർത്താവിൻ്റെ വേലയിൽ വന്നു കഴിഞ്ഞും കഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും പുള്ളി പെറുപിറുക്കാതെ സന്തോഷത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയും മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. കുട്ടികളെ ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കുന്ന മലയാളികളുടെ സ്വപ്നമാണ്. പക്ഷേ ഞങ്ങൾ രണ്ടും തീരുമാനിച്ച് ദൈവ അത്ഭുതം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് വലിയ സ്കൂളിലൊന്നും ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടാൻ ആഗ്രഹിച്ചില്ല. ഞങ്ങൾ നല്ലൊരു സ്കൂൾ അടുത്തുണ്ടായിരുന്നു, കാര്യമായ ഫീസൊന്നുമില്ല. ആ വിമലഹൃദയ സ്കൂൾ എന്ന് പറയും. ആ സ്കൂളിൽ 2 പെൺകുട്ടികളെയും അഡ്മിറ്റ് ചെയ്തു. മോനും ഞാൻ തന്നെ പഠിച്ച സ്കൂളുണ്ട്. അവിടെ ഫീസ് ഇല്ലെന്ന് തന്നെ പറയാം, വല്ല നോമിനാലിറ്റി വല്ലതും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ രീതിയിൽ വിദ്യാഭ്യാസത്തിന് ട്യൂഷൻ അല്ലാതെ വേറെ വലിയ ചിലവുണ്ടായിട്ടില്ല. എന്നാലും കുറേ കൂടി നല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ ഒത്തില്ലെന്നുള്ള ചിന്ത വല്ലപ്പോഴൊക്കെ അലട്ടുമായിരുന്നു. പക്ഷേ അത് എൻ്റർടൈൻ ചെയ്തില്ല. ഈ സഫറിങ്ങിൽ ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. സഫറിങ് ഈസ് പാർട്ട് ഓഫ് ക്രിസ്ത്യാനിറ്റി, മെയിൻ പാർട്ട് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ICPF-ൻ്റെ ആദ്യകാലങ്ങളും അതിന് മുമ്പുള്ള സമയവും എൻ്റെ ഭാര്യ ഈ 55 വർഷവും സന്തോഷത്തോടെ എൻ്റെ കൂടെ കഴിയുന്നു. എന്നാൽ ഒരു ഈ അടുത്ത കാലത്ത് ഈ പ്രോസ്പെരിറ്റി തിയോളജിക്ക് വന്നതിൻ്റെ സ്വാധീനമായിരിക്കാം ചിലപ്പോഴൊക്കെ പുള്ളി പറയാറുണ്ട്, അത്രയൊരു ത്യാഗത്തിന് ഞാൻ മുതിർന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് കുറേ കൂടി ഒരു ഈസി ലൈഫ് കിട്ടുമായിരുന്നു എന്നുള്ള മട്ടിലൊക്കെ ചില സൂചനകൾ പറയും. അതെനിക്ക് വേദനയാണ്. കാരണം എനിക്ക് കുറച്ചും കൂടി കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ കൊള്ളാം എന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത്. അത് അഹങ്കാരമാണോ താഴ്മയാണോ എനിക്കറിയത്തില്ല. എന്തായാലും ശരി, പുള്ളിയെ കുശീകരിക്കുന്നില്ല. സ്ത്രീകൾ പൊതുവേ നല്ലവരാണെങ്കിലും അവരെപ്പോഴും പുരുഷന്മാരെക്കാൾ ഒരു കോസി ലൈഫ് ആഗ്രഹിക്കുന്നവരാന്നുള്ള ചിന്ത എനിക്കുണ്ട്. അവർ സഫർ ചെയ്യും, പക്ഷേ അവരുടെ ഉള്ളിൽ കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ ലൈഫ് ആഗ്രഹിക്കും. അതുകൊണ്ട് വിവാഹം കഴിക്കുന്നവരെല്ലാം അത് വളരെ സൂക്ഷിക്കണം. ഭാര്യമാരെ തിരഞ്ഞെടുക്കുമ്പം കഷ്ടതയ്ക്ക് കഷ്ടതയുടെ പാത സ്വീകരിക്കുന്നവർ കഷ്ടത പാതയ്ക്ക് ഭാര്യയും തയ്യാറാണോ എന്ന് ചോദിച്ചിട്ട് അത് ചെയ്യാവൂ, അല്ലെങ്കിൽ പിന്നീട് ചിലപ്പം ദുഃഖിക്കേണ്ടി വരും. അപ്പം ശാന്ത പ്രതിഫലം സ്വർഗത്തിലുണ്ട്. ഇപ്പം ഭൂമിയിൽ വാസ്തവത്തിൽ ICPF-ൽ ഞാൻ അവസാനം വരെയും ഒരു 10,000 രൂപയിൽ കൂടുതൽ, 1000 രൂപയായിരുന്നു ആദ്യം, 10,000 വരെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. എന്നാൽ ഞാൻ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ICPF ശമ്പളം വാങ്ങിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ പണ്ട് ചെയ്തതിൻ്റെ പ്രതിഫലമായിരിക്കാം പണ്ടത്തേക്കാൾ ഐശ്വര്യമായിട്ടാണ് ഞാൻ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ജീവിക്കുന്നത്. തീർച്ചയായിട്ടും മിഷനോടുള്ള ബന്ധത്തിൽ കുടുംബം, മക്കൾ, അവർക്കും ദൈവം ദർശനം കൊടുത്ത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 55 വർഷം ഒരുമിച്ച് സുഖ ജീവിതത്തിൽ അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അപ്പോൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുമിച്ച് വലിയ ആ മനസ്സോടുകൂടി ദൈവത്തിൻ്റെ ഹൃദയത്തോടുകൂടി ഒരുമിച്ച് പോകാൻ കഴിഞ്ഞത് വളരെ സന്തോഷമാണ്. കുടുംബം, പ്രത്യേകിച്ച് ശാന്താൻ്റി ആണ് കുടുംബത്തിൻ്റെ ഒരു സക്സസിൻ്റെ ഒരു ഭാഗം എന്നും നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണ്. എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നുന്നത്, ഇതിപ്പം മുമ്പേ പറഞ്ഞപ്പോൾ ഓർത്തൊരു കാര്യം, ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് അതൊരു തെറ്റായിപ്പോയി, റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നു. സാറിൻ്റെ ഒരു മോട്ടോ തന്നെയാണ് ആ ഒരു കാര്യം. അതിനെപ്പറ്റി ഒന്ന് പറയാമോ കൂടുതൽ? ഞാൻ തുറന്നു പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ പോലും, ഒരു നിമിഷം പോലും ദൈവത്തെ ഞാൻ സ്വീകരിച്ചു
ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ മാർഗം സ്വീകരിച്ചതിൽ ഞാൻ ഒരിക്കൽ പോലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല. അത് ദൈവം എനിക്കെന്ന ഒരു കൃപയാണ്. അത് ഞാൻ പ്രൈഡൊന്നും എടുക്കുന്നില്ല, അതൊരു കൃപയാണ്. ശാന്തയും ബേസിക്കലി എൻ്റെ അതേ വ്യൂ തന്നെ. പിന്നെ മാനുഷികമായിട്ട് ചില സമയത്ത് കഷ്ടത വരുമ്പം പറഞ്ഞിട്ടുണ്ട്, ടു മച്ച് ഫോർ മീ എന്നൊക്കെ ചിലപ്പോൾ അപൂർവ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ലാറ്റർ ഡേയ്സിൽ പഴയ കാലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇല്ല, പഴയ കാലത്ത്. അന്നൊക്കെ അത്രയും സഹിക്കേണ്ടി വന്നല്ലോ. പ്രസവമൊക്കെ വളരെ ആദ്യത്തെ പ്രസവത്തിൽ എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. അത് ഉമ്പളിക്കൽ കൂടി ചുറ്റിയിരുന്നു. അത് 8 മണിക്കൂർ നടന്ന സമയത്തെല്ലാം ചുറ്റിയാണെന്നൊക്കെയാണ് പുള്ളി ഊഹിക്കുന്നത്. നാട്ടിൽ വന്നാൽ പ്രസവിച്ച് മരിച്ചു. അത് കഴിഞ്ഞ് 40 ദിവസം തികയുന്നതിന് മുമ്പ് ദൈവം സഹായിച്ച് പുള്ളിക്കാരത്തി നേപ്പാളിൽ വീണ്ടും വന്നു. വന്ന് അന്ന് ഒക്കെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ ഒരു ആൾ 8 മണിക്കൂർ തൊട്ടിയിൽ ഒരു കൊട്ടയിൽ എടുത്തുകൊണ്ടാണ് വരുന്നത്. അവിടെ നടക്കാൻ വേറെ മാർഗ്ഗമില്ല, വാഹനമില്ലല്ലോ. ശാന്തയെ വേറൊരു കൊട്ടയിൽ ഒരു തൊട്ടി പോലെ സാധനത്തിനകത്ത് ഒരാളിങ്ങനെ പുറവശത്ത് കെട്ടി നടന്ന 8 മണിക്കൂർ നടന്നാണ് അയാൾ. അവർക്ക് മനുഷ്യനെ ചുമക്കുന്നൊരു വലിയ പാടില്ല. ഞാൻ കൂടെ പൈതൽ നമുക്കുള്ള ആരും എടുക്കത്തില്ല, എൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു സമയത്ത് ആശുപത്രി ഞങ്ങൾ അവിടെ ഇല്ലാത്തപ്പം വീണ്ടും ഞാൻ ഇപ്പോൾ ഉള്ളോട്ട് മടങ്ങി പോന്നു. അത് പറയേണ്ട ഒരു സംഭവം പറയണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഈ ഒരു ബ്ലീഡിങ് ഒക്കെ ഉണ്ടായി ആ പ്രസവത്തിന് മുമ്പ്, എല്ലാ പ്രസവത്തിന് മുമ്പ്. എന്തുവാന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ ഈ എക്കണോമിക്സും അറിയാം, സുവിശേഷം അറിയാം, വേറെ ഒന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് അവിടെ ആശുപത്രി ഇല്ല. ഏറ്റവും അടുത്ത ആശുപത്രി 8 മണിക്കൂർ നടക്കണം. നടക്കാൻ പുള്ളിക്ക് പറ്റത്തുമില്ല, കൊട്ടയിലെടുക്കാനും പറ്റത്തില്ല. പിന്നെ സ്ട്രെച്ചർ എടുത്തുകൊണ്ടാണ് ആ ആശുപത്രി കൊണ്ടുപോയത്. പക്ഷേ ഒരു മദാമ്മ, ഒരു അമേരിക്കൻ ലേഡി, ഒരു നല്ല അവർ ഞങ്ങളുടെ കൂടെ നടക്കുന്ന പ്രോത്സാഹനം തരാറുണ്ടായിരുന്നു. മറക്കാൻ വയ്യാത്ത സംഭവമാണ്. അവിടെ ചെന്ന് പരിശോധിച്ചുടനെ കുഴപ്പമൊന്നുമില്ല, എന്തോ സംതിങ്, മേ ബി അബോർഷനായിരുന്നു കാണും, അറിയത്തില്ല. അങ്ങോട്ട് വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കഷ്ടം പ്രോത്സാഹിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ തിരിഞ്ഞ് നോക്കുമ്പം പുള്ളി ചിലപ്പോൾ പറയും, ഇത് ഇത്രയും കഷ്ടത്തിലൊക്കെ ഞാൻ പോകേണ്ടി ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷേ അപ്പോഴും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും തിരിച്ച് പറയാറുണ്ട്. മാനുഷിക വശം ഞാൻ പറഞ്ഞെന്ന് മാത്രം. തീർച്ചയായിട്ടും. യെസ്. അപ്പം ഇതെല്ലാം ICPF നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു. ഈ ട്രെയിനിങ് എല്ലാം എനിക്ക് ICPFിലെ പ്രയാസങ്ങൾ പിന്നെ ഇത് ഒന്നുമില്ലാതാകത്തു. ICPF ഒന്നുമില്ലെങ്കിൽ നാട്ടിലാണല്ലോ, ഇന്ത്യയിലാണല്ലോ. മലബാറിൽ ഞാനൊരു ICPFിന് വേണ്ടി ഒരു 35 പ്രാവശ്യങ്ങളും പോയിട്ടുണ്ട്. മലബാർ എൻ്റെ ഒരു ഹൃദയത്തിൻ്റെ ഒരു വലിയ ഭാരമാണ്. നോർത്ത് ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യ ആണല്ലോ മലബാർ. ഈ കഴിഞ്ഞ മാസവും നെന്മാറ പോയിരുന്നു. അത് ഈ മാസമാണോ? ഇത് ഏത് മാസമോ? ഫെബ്രുവരി അല്ലേ? ഇതിപ്പോൾ മാർച്ച്. ഫെബ്രുവരി പോയിരുന്നു. മലബാറിൽ എപ്പോൾ അവസരം കിട്ടിയാലും ഞാൻ പോകും. വെച്ച് കുറവുണ്ട്. നോർത്ത് ഇന്ത്യ പോലെ തന്നെയായിരുന്നു മലബാർ. നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയാണ്, കേരളത്തിൻ്റെ നോർത്ത് ഇന്ത്യയാണ് മലബാർ എന്ന് പറയുന്നത്. സോ നമ്മളുടെ കുടുംബം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് റിഗ്രറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്ന് കേൾക്കുന്ന നമ്മളൊക്കെ ചെറിയ നിസ്സാര കാര്യം വരുമ്പോൾ നമ്മളൊക്കെ തകർന്നു പോകാറുണ്ട്. നമ്മളൊക്കെ മനുഷ്യരാണ്. തീർച്ചയായിട്ടും സാറ് മുഴുവൻ പറഞ്ഞില്ല പല കാര്യങ്ങളും. പക്ഷേ അവർ നടന്നു നീങ്ങിയ വഴികളൊക്കെ നിരാശയുടെയും ദുർഘടങ്ങളുടെയും ഒക്കെ കല്ലും മുള്ളും ഒക്കെ ചവിട്ടിയായിരുന്നു നടന്നത്. പ്രത്യേകിച്ച് ശാന്ത ആൻറ്റി, വി ഹാറ്റ്സ് ഓഫ് സല്യൂട്ട്. ബിക്കോസ് 8 മണിക്കൂർ നടന്ന് നാട്ടിൽ വന്ന് ഒരു ലോസ് ഉണ്ടായി, വീണ്ടും തിരിച്ച് അവിടെ ചെല്ലുന്നു. ജീവിതത്തിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു ഒരു കുടുംബമായിട്ട്. അതെല്ലാം ആ ദർശനത്തിന് വേണ്ടിയായിരുന്നു. ദൈവം 3 മക്കളെ തന്നു. അവരെല്ലാം തന്നെ എല്ലാവരും തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ വരെ പഠിച്ച് സാമാന്യം അവൾ രണ്ടാമത്തോളം ഒത്തിരി മിടിക്കുകയായിരുന്നു പഠിക്കാൻ. അവൾക്ക് വേണമെങ്കിൽ ഡോക്ടറാകാമായിരുന്നു. പക്ഷേ പപ്പ ഒരു ഇവാഞ്ചലിസ്റ്റ് എന്ന നിലയിൽ MBBS പാസ്സായാലും MDക്ക് ഒന്നും പോകാൻ പറ്റത്തില്ലല്ലോ എന്ന് കരുതി നേഴ്സിങ്ങിന്
സെലക്ഷൻ കിട്ടിയോണ്ട് നേഴ്സിംഗ് പോയി. പക്ഷെ അത് നന്മയ്ക്ക് കൂടി വ്യാപരിച്ചു. അവളെ ഞാൻ വിവാഹം കഴിപ്പിച്ചത് നോർത്ത് ഇന്ത്യയിലൊരു മിഷണറിക്കാണ്. പക്ഷെ അവർക്ക് ചില ബാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ അവൾക്ക് അയർലൻഡിൽ പോകേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോൾ ആസ്ട്രേലിയയിലാണ്. മൂത്ത മോൾ ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ എറണാകുളത്തുണ്ട്. ഇളയ മകൻ ഭർത്താവിൻ്റെ വേലയിൽ അവൻ അയർലൻഡിൽ ആക്റ്റീവാണ്. എന്നാൽ അവിടെ സെക്കുലർ ജോബാണ് ചെയ്യുന്നത്. ഭാര്യ അവിടെ ജോലി ചെയ്യുന്നു. അങ്ങനെ മക്കളെ ഒരു പെൻറ്റിക്കോസ്റ്റൽ രീതി പറഞ്ഞാൽ എല്ലാവരെയും അനുഗ്രഹിച്ചു. എന്നാൽ എൻ്റെ സ്വപ്നം എല്ലാം ആയില്ല. എൻ്റെ മക്കൾ മൂന്നും കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാനത് അവർക്ക് വിട്ടുകൊടുത്തു. മൂത്ത മോള് ഒരു കർത്താവിൻ്റെ വേലയിൽ തന്നെയാണ്. അത് പാസ്റ്ററല്ല, ഒരു ക്രിസ്ത്യൻ മിഷനിൽ അക്കൗണ്ടൻറ്റും ഓഡിറ്ററും ഒക്കെയാണ്. രണ്ടാമത്തെ മോളെ ഭർത്താവ് പാസ്റ്ററാണ്, ആസ്ട്രേലിയയാണെന്നേ ഉള്ളൂ. സാറയും ഇളയ മകനും അവിടെ അയർലൻഡിൽ സഭയിൽ അവിടുത്തെ ദേശത്തെ വർക്കിലും ICPയിലെ വർക്കിലുമൊക്കെ വളരെ ആക്റ്റീവാണ്. അങ്ങനെ മക്കളെ ദൈവം ആരെയും ലജ്ജിപ്പിച്ചില്ല. അത്യാവശ്യമുള്ള ഭക്തിയും ശുശ്രൂഷയും എല്ലാം ദൈവം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഡോക്ടർ ഡി ജോഷുവ സാറിൻ്റെ അനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ താൻ നടന്നുപോയ വഴികൾ, തനിക്ക് ദൈവം നൽകിയ ദർശനം, കുടുംബത്തോടൊപ്പം നടന്നു നീങ്ങിയ വഴികൾ, അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ധൈര്യം പകരുന്ന, കഷ്ടതയിൽ നമ്മെ ബലപ്പെടുത്തുന്ന വാക്കുകളാണ്. ഇന്ന് ഞങ്ങളോടൊപ്പം ഫിബ റിയൽ ടോക്സിൽ ഇത്രത്തോളം സംസാരിച്ചതിന് ഡോക്ടർ ഡി ജോഷുവയോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകർ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമാകും എന്ന് ഞങ്ങൾ കരുതുന്നു. താങ്ക് യു.